ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നേരെ ചൊവ്വേ പറഞ്ഞാ നിങ്ങൾ അനുസരിച്ചില്ലേ ഞങ്ങൾ ഞങ്ങളുടെ മാർഗം നോക്കും. പിന്നെ പോലീസുകാർ വീട്ടിൽ കയറി മേഞ്ഞെന്നൊന്നും പറഞ്ഞേക്കരുത്. സാറേ, സാറ് മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണം. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നട്ടല് നിവർത്തി നിന്നതിനെ സംസാരിക്കുകയും ചെയ്യും. നീ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും എനിക്കറിയാം. പക്ഷേ ഇപ്പോഴല്ലേ ഞാൻ തന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്. പറയാനെന്താ? ആർക്ക് വേണ്ടിയാ താൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? എന്റെ നാവിന്ന് അങ്ങനെ ഒരു കാര്യം നീ അറിയില്ല. ഇത് തീയ ചെയ്യാതെ കനല് കാട്ടി നീ ഇങ്ങോട്ട് പേടിപ്പിക്കില്ലേ? സുനി, നിക്ക്. നീ എഴുതിക്കൂട്ടിയ ക്രൂരതകൾക്കപ്പുറത്ത് വേറെ ഒന്നുകൂടി ഉണ്ടാനെന്താ? ജയറിന്റെ ഹരം. ജീവൻ പെടയുന്നത് നേരിട്ട് കാണുന്നത് ഈ ജയറിന്റെ ഒരു ഹരവാടാ. ഇതിനു മുമ്പ് പലതവണ ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അത് കണ്ടാൽ എന്റെ മനസ്സ് സന്തോഷിക്കുള്ളൂ. സർ, നമ്മുടേതല്ല, ഇത് അവന്റെ ഫോണാ. ദാ സർ. ഹരി, കണ്ടോ? ജയാർ ആഗ്രഹിക്കുന്ന ഉത്തരം നിന്റെ ഫോണിലേക്ക് വരുന്നത്. ആനന്ദ, ഹരി അവനാണല്ലേ നിന്റെ പുറകില്. അവനുള്ള സമ്മാനം ഇന്ന് തന്നെ കൊടുത്തേക്കാം. എന്താ സാറേ? ഹരി വീട്ടിലുണ്ടോ? ഉണ്ട്, അവൻ മോളിലുണ്ട്. എന്താ കാര്യം? അയാളോട് സ്റ്റേഷൻ വരെ വരാൻ CI സാർ പറഞ്ഞു. എന്തുവാ കാര്യം? അവന്റെ പേരില് എന്തെങ്കിലും പരാതി ഉണ്ടാ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, അത്ര തന്നെ. ഇത് എങ്ങോട്ട്? നിക്ക് സാറേ, ഒരു കാര്യം ചോദിച്ചാ അതിന് കൃത്യമായിട്ട് മറുപടി തരണ്ടേ? ദാ എന്താ എന്താ മാവ? എടാ, നിന്നെ ഈ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ പറയണേ. പ്രശ്നം എന്താ സാറേ? പ്രശ്നമൊക്കെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ CI സാർ പറയും. ഇതല്ലേ നിത്യ? അതെ, രണ്ടുപേരെയും കൂടി ചെല്ലാനാ പറഞ്ഞത്. അതെങ്ങനെയാണ് സർ? കാരണം എന്താണെന്ന് പറയാതെ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഹരി, CIയുടെ നമ്പർ വാങ്ങിച്ച് വിളിക്ക്. കാര്യം അറിഞ്ഞിട്ട് പോയാ മതി.
ദേ നോക്ക്, ഉത്തരവാദിത്വത്തോടെ ഞങ്ങളെ ഒരു കാര്യം അദ്ദേഹം ഏൽപ്പിച്ച നിങ്ങൾ വരാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്ക് നിർബന്ധമായി നിങ്ങളെ പിടിച്ചോണ്ട് പോകേണ്ടി വരും. അതിനുള്ള നിയമം എവിടെ സാറേ? പോലീസുകാർ ഉമ്മർത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതെല്ലാം അനുസരിക്കണമെന്നാണോ? അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുമോളെ. ആരോ ഇവിടെ നിന്ന് കൽപ്പിക്കുമ്പോ ആരും കേട്ട് ഇങ്ങോട്ടങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുക. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? നേരെ ചൊവ്വേ പറഞ്ഞ നിങ്ങൾ അനുസരിച്ചില്ലേ ഞങ്ങൾ ഞങ്ങളുടെ മാർഗം നോക്കും. പിന്നെ പോലീസുകാർ വീട്ടിൽ കയറി മേഞ്ഞെന്നൊന്നും പറഞ്ഞേക്കരുത്. സാറേ, സാറ് മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണം. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നട്ടല് നിവർത്തി നിന്ന് തന്നെ സംസാരിക്കുകയും ചെയ്യും. ആന്റി, ഇനി ഇവരോട് അലമ്പൊന്നും ഉണ്ടാക്കണ്ട. ഞങ്ങൾ ഇവരുടെ കൂടെ പോയിട്ട് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. എടാ അതൊന്നും വേണ്ട. ഇളമക്കളെ, ഇതെന്തോ ചതിയുണ്ട്. അതെനിക്ക് 100% ഉറപ്പാ. ഇനിയിപ്പോ ചെന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും ഇവർ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ കുടുംബം വൃത്തികേടാക്കാൻ പാടില്ലല്ലോ. നിത്യ, വാ. അതെ സാറേ, പണ്ടത്തെ പോലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പോയിട്ടെ അവിടെ വെച്ച് എന്റെ കൊച്ചുങ്ങളെ ഉപദ്രവിച്ചാണ്ടല്ലോ. സാറേ, കളി മാറുവേ. കൊണ്ടുപോകുന്നതില് ഒരു പെൺകുട്ടി കൂടിയുണ്ട്. നിങ്ങളുടെ CI സാറിനോട് പറയണം, എന്തെങ്കിലും ഒരു അപമാനം അവൾക്ക് അവിടെ നേരിട്ടാ പിന്നെ അയാൾക്ക് നിന്ന് തിരിയാൻ പോലും സമയമുണ്ടാവില്ല. പരാതി കൊടുക്കേണ്ട സ്ഥലമൊക്കെ ഞങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഹരി മോളെ, പോയിട്ട് വാ. വാ കേറ്. വാ. സുജാതെ, ഇത് അവന്റെ ഏർപ്പാടാ, ആ ജീവന്റെ. മനസ്സിലായി രാമകൃഷ്ണേട്ടാ, ബർത്ത്ഡേ പാർട്ടിയിൽ തോറ്റതിന്റെ പകയാ, അതുറപ്പാ. തനിക്ക് പേടിയുണ്ടോ? ഇല്ല, ഹരി കൂടെ ഉണ്ടല്ലോ. അതെ, നാണക്കേട് തോന്നുന്നു. എല്ലാവരുടെയും നോട്ടത്തിന് മുന്നില് ഇവിടെ വന്നിരിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ടാ. ആ CI വരട്ടെ. വന്നിട്ട് എന്ത് പ്രയോജനം? നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് ജയർ തന്നെയായിരിക്കും ഹരി. ചിലപ്പോ ആയിരിക്കും. അയാളുടെ ലക്ഷ്യം നമ്മുടെ ജീവിതമാണല്ലോ. ഹരി, പോലീസുകാരുടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചൂടെ എന്തിനാ നമ്മളെ പിടിച്ചോണ്ട് വന്നേന്ന്? മധുര നൊമ്പരക്കാറ്റ്